സത്യം എത്ര മൂടി വെച്ചാലും ഒരു നാൾ അത് മറന്നേക്ക് പുറത്തു വരിക തന്നെ ചെയ്യും. ഒരു കൊലപാതകവും മോഷണവും നടത്തി തെളിവ് നശിപ്പിച്ചാലും സത്യത്തെ ഒരിക്കലും മൂടി വയ്ക്കാനാവില്ല. കാസർഗോഡ് അമ്പലത്തറയിൽ 16-കാരിയെ 1.5 പതിറ്റാണ്ട് മുൻപ് കൊലപ്പെടുത്തിയ കേസിനും അതാണ് സംഭവിച്ചത്. പാണത്തൂർ സ്വദേശിയും കരാറുകാരനുമായ ബിജു പൗലോസ് പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തിയ കേസ്. എന്നാൽ 10 വർഷത്തിലധികം പോലീസ് അന്വേഷിച്ചിട്ടും ഒരു തുമ്പും കിട്ടിയില്ല. ഒടുവിൽ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ പ്രതിയെ കണ്ടെത്തിയിരിക്കുന്നു. കേസിൽ നിർണായകമായത് DNA പരിശോധനാ ഫലമാണ്. ഇതോടൊപ്പം പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവവും കൊച്ചിയിൽ ED ഉദ്യോഗസ്ഥ പ്രതിക്കൂട്ടിലായ കൈക്കൂലി കേസും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. പത്ത് വർഷത്തോളം പോലീസ് അന്വേഷണം നടത്തിയിട്ടും ഒരു തുമ്പും ലഭിക്കാതിരുന്നതാണ് കാസർഗോഡ് എണ്ണപ്പാറയിലെ 16-കാരിയുടെ തിരോധാന കേസ്. പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതാണെന്ന് കുടുംബം പരാതി നൽകി നീതിക്കായി കാത്തിരുന്നത് 1.5 പതിറ്റാണ്ടോളം. ഒടുവിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് കേസന്വേഷണം ഏറ്റെടുത്തതോടെ കൊലപാതകത്തിൻ്റെ ചുരുളഴിഞ്ഞു. DNA പരിശോധനയിലാണ് 14 വർഷം മുൻപ് നടന്ന കൊലപാതക കേസിൽ വഴിത്തിരിവുണ്ടായത്. കേസിൽ പാണത്തൂർ സ്വദേശിയും കരാറുകാരനുമായ ബിജു പൗലോസിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. 2010 ജൂണിൽ പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ കേസാണ് കൊലപാതകമെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എണ്ണപ്പാറയിലെ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട 16 വയസ്സുകാരിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് ബിജു പൗലോസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പാണത്തൂർ ബാപ്പുംകയം സ്വദേശിയും നിർമ്മാണ മേഖലയിലെ കരാറുകാരനുമായ ബിജുവിനെ ക്രൈംബ്രാഞ്ച് IG P പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പിടികൂടിയത്. 2010 ജൂൺ 6-ന് പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ കേസിൽ ഇതോടെ തുമ്പുണ്ടായിരിക്കുകയാണ്. സംഭവത്തിൽ പിതാവിന്റെ പരാതിയിൽ അമ്പലത്തറ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയിരുന്നുവെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ബിജു പൗലോസിനെ നിരവധി തവണ ചോദ്യം ചെയ്തിരുന്നു. അജാനൂരിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കാണപ്പെട്ട പെൺകുട്ടിയെ പാണത്തൂർ പവിത്രങ്കായ പുഴയിൽ തള്ളിയെന്നാണ് ബിജു അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. എന്നാൽ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പെൺകുട്ടിയെ കാണാതായ സമയത്ത് പുഴയിലൂടെ ഒരു യുവതിയുടെ മൃതദേഹം ഒഴുകിയെത്തിയിരുന്നു. അജ്ഞാത മൃതദേഹം എന്ന നിലയിൽ സംസ്കരിക്കുകയും ചെയ്തിരുന്നു. മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ വീണ്ടെടുത്ത ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ DNA പരിശോധനയാണ് പ്രതിയുടെ അറസ്റ്റിലേക്ക് നയിച്ചത്. താക്കോല് തരാം എന്ന് പറഞ്ഞിട്ട് 6-ാം തീയതി അവൻ അവിടത്തേക്ക് വരികയാണ്. വന്നതിന് ശേഷം അവൻ പറയുന്നത് തൂങ്ങി മരിച്ചതായിട്ട് കാണപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം അത് ഡിസ്പോസൽ ചെയ്തു എന്നാണ് പറയുന്നത്. നേരെ പവിത്രങ്കായത്തിൽ കൊണ്ടുപോയിട്ട് അവൻ അവിടെ ആ പാലം പൊട്ടിയ സമയത്ത് അവിടെയുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബോഡി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സ്ഥലത്ത് തന്നെയാണ് ചവിട്ടി താഴ്ത്തിയെന്ന് പറഞ്ഞു. വയനാട്ടിൽ നിന്നാണ് പ്രതി അറസ്റ്റിലായത്. പ്രതിയെ താമസ സ്ഥലത്തെ കാഞ്ഞങ്ങാട് വടകരമുക്കിലെ വാടക വീട്ടിലും മടിയനിലെ CCTV പരിശോധന സെന്ററിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അന്വേഷണ സംഘത്തിൽ ക്രൈംബ്രാഞ്ച് SP പ്രജീഷ് തോട്ടത്തിൽ, DYSP മധുസൂദനൻ നായർ, SI രഘു, ASI രതി, പോലീസുകാരായ സുമേഷ്, മഹേഷ്, ശ്രീജിത്ത്, പ്രഭേഷ്, ലതീഷ് എന്നിവരുമുണ്ടായിരുന്നു. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. ന്യൂസ് 18 കാസർഗോഡ്. കാസർഗോഡ് എണ്ണപ്പാറയിലെ 16-കാരി നഴ്സിംഗ് പഠനത്തിനാണ് അമ്പലത്തറയിലെത്തിയത്. അവിടെ വെച്ച് പാണത്തൂർ സ്വദേശിയും കരാറുകാരനുമായ ബിജു പൗലോസിനെ പരിചയപ്പെടുന്നു. അത് പിന്നീട് പ്രണയമായി. തുടർന്ന് ബിജു തരപ്പെടുത്തി കൊടുത്ത വീട്ടിലാണ് പെൺകുട്ടി താമസിച്ചിരുന്നത്. അവിടെ വെച്ച് അയാൾ പലതവണ അവളെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ പെൺകുട്ടിയുമായി ഉണ്ടായ തർക്കത്തെ തുടർന്ന് കൊലപാതകം നടത്തുന്നു. പിന്നീട് മൃതദേഹം പുഴയിൽ തള്ളി തെളിവ് നശിപ്പിച്ചു. എന്നാൽ പുഴയിൽ ഒളിപ്പിച്ച തെളിവ് 14 വർഷത്തിന് ശേഷം പൊങ്ങി വന്നതോടെയാണ് പ്രതിക്ക് പിടിവീണത്. കാസർഗോഡ് എണ്ണപ്പാറയിലെ 16 വയസ്സുകാരിയെ കാണാനില്ലെന്ന് കാട്ടി അച്ഛൻ രാമൻ 2011 ജനുവരി 19-നാണ്
അമ്പലത്തറ പോലീസിൽ പരാതി നൽകിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ബിജു പൗലോസ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അപായപ്പെടുത്തിയതായി ബന്ധുക്കളും ആദിവാസി സംഘടനകളും ആരോപിച്ചിരുന്നു. അറസ്റ്റുണ്ടാകാൻ സാധ്യതയുള്ള ഘട്ടങ്ങളിലെല്ലാം പ്രതി ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടിയത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചു. നുണപരിശോധനയ്ക്ക് പോലീസ് ശ്രമം നടത്തിയിരുന്നെങ്കിലും ഹൊസ്ദുർഗ് മജിസ്ട്രേറ്റ് കോടതിയിൽ ബിജു പൗലോസ് ഇതിനെ എതിർത്തതിനാൽ നടന്നില്ല. രേഷ്മയുടേതെന്ന് സംശയിക്കുന്ന ചോറ്റുപാത്രം ബിജു പൗലോസിന്റെ വീട്ടിൽ നിന്ന് പോലീസ് 5 വർഷം മുൻപ് കണ്ടെടുത്തിരുന്നു. ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരുന്നെങ്കിലും പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നില്ല. പിന്നീട് അന്വേഷണം തൃപ്തികരമല്ലെന്നും കേസ് CBIക്ക് വിടണമെന്നും കാണിച്ച് 2021 കുടുംബം ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. രേഷ്മയെ കൊലപ്പെടുത്തി പുഴയിൽ തള്ളിയെന്ന് പ്രതിസ്ഥാനത്തുള്ള ബിജു പൗലോസ് മൊഴി നൽകിയിരുന്നു. എന്നാൽ ഇതിന് തെളിവുകളോ സാക്ഷികളോ ഇല്ല. അതിനാൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാനും സാധിച്ചില്ലെന്ന് അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ കോടതിയെ അറിയിച്ചു. അന്വേഷണം തൃപ്തികരമല്ലെന്നും CBI അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് 2024 ഡിസംബറിൽ കുടുംബം വീണ്ടും കോടതിയിൽ പരാതി നൽകി. തുടർന്നാണ് കോടതി അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ച് ഉത്തരവിട്ടത്. കോടതി മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു. ബേക്കൽ DYSP CK സുനിൽകുമാറിനായിരുന്നു അന്വേഷണ ചുമതല. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ബിജു പൗലോസിനെ നിരവധി തവണ ചോദ്യം ചെയ്തിരുന്നു. അജാനൂരിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കാണപ്പെട്ട രേഷ്മയെ പാണത്തൂർ പവിത്രങ്കായ പുഴയിൽ തള്ളിയെന്നാണ് ബിജു അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. എന്നാൽ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. രേഷ്മയെ കാണാതായ സമയത്ത് പുഴയിലൂടെ ഒരു യുവതിയുടെ മൃതദേഹം ഒഴുകിയെത്തിയിരുന്നു. അജ്ഞാത മൃതദേഹം എന്ന നിലയിൽ സംസ്കരിക്കുകയും ചെയ്തിരുന്നു. മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ വീണ്ടെടുത്ത് ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ DNA പരിശോധനയാണ് പ്രതിയുടെ അറസ്റ്റിലേക്ക് നയിച്ചത്. ഇപ്പോൾ ഒരു എല്ലിന്റെ ഭാഗം ലഭിച്ചതിൽ നിന്നും നടത്തിയ DNA പരിശോധനയിൽ അത് രേഷ്മയുടേതാണെന്ന് തെളിഞ്ഞത്. ന്യൂസ് 18 കാസർഗോഡ്. മദ്യപിക്കുമ്പോഴാണ് പലർക്കും മുൻവൈരാഗ്യവും പകയും ഒക്കെ തികട്ടി വരുന്നത്. അത് പിന്നീട് ചോദ്യം ചെയ്യലും വഴക്കും പ്രശ്നങ്ങളുമായി മാറാം. പത്തനംതിട്ട വടശ്ശേരിക്കരയിലെ ജോബി എന്ന യുവാവിൻ്റെ കൊലപാതകത്തിന് കാരണം മദ്യപിക്കുമ്പോഴുണ്ടായ സ്വത്ത് തർക്കമാണ്. ജോബിയുടെ ബന്ധു റെജിയുടെ വീട്ടിൽ വെച്ചാണ് കൊല നടന്നത്. സ്വത്ത് തർക്കത്തെ തുടർന്ന് യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ ബന്ധു റെജിയെയും സുഹൃത്ത് വിശാഖിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മുറിവേറ്റ് ചോര വാർന്നിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോകാത്തതാണ് മരണകാരണമെന്ന് പോലീസ് പറയുന്നു. വ്യാഴാഴ്ച വൈകിട്ടാണ് കൊലപാതകം നടന്നത്. റെജിയും ജോബിയും കുറെ ദിവസമായി വടശ്ശേരിക്കരയിലെ വീട് കേന്ദ്രീകരിച്ച് മദ്യപാനം നടത്തി വരികയായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് ഇരുവരും സമീപമുള്ള മരണ വീട്ടിൽ പോയിട്ട് തിരികെ വന്നതിന് ശേഷം മദ്യപിച്ചു. തുടർന്ന് സ്വത്തിനെ സംബന്ധിച്ചുള്ള തർക്കവും വാക്കേറ്റവും ഇരുവരും തമ്മിലുണ്ടായി. ഇതിനിടയിലാണ് പരിചയക്കാരനായ വിശാഖിനെ റെജി വീട്ടിൽ വിളിച്ചു വരുത്തിയത്. പ്രശ്നത്തിൽ ഇടപെട്ട വിശാഖ് ജോബിയുടെ കഴുത്തിൽ കത്തികൊണ്ട് ആഴത്തിൽ കുത്തി പരിക്കേൽപ്പിച്ചു. സംഭവത്തിന് ശേഷം വിശാഖ് വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടു. ജോബിക്ക് മുറിവേറ്റിട്ടും മദ്യലഹരിയിലായിരുന്ന റെജി ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനോ വീട്ടുകാരെ അറിയിക്കുന്നതിനോ തയ്യാറായില്ല. ഇതിനിടയിലാണ് അബോധാവസ്ഥയിലായ ജോബി രക്തം വാർന്നു മരിച്ചത്. രാവിലെ റെജി തന്നെയാണ് ജോബി മരിച്ച വിവരം അയൽവാസികളെ അറിയിക്കുന്നത്. ഇന്നലെ തന്നെ പോലീസ് റെജിയെയും വിശാഖിനെയും കസ്റ്റഡിയിലെടുത്തിരുന്നു. തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് പ്രതികൾ കുറ്റം സമ്മതിച്ചത്. കടകളിൽ സെയിൽസ് നടത്തുന്ന വാനിന്റെ ഡ്രൈവറാണ് ജോബി. ഞായറാഴ്ച വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോയതാണെന്ന് കുടുംബം പറഞ്ഞു. ആരുമായും നിലവിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഏറെ നാളായി മദ്യപാനവും ഉണ്ടായിരുന്നില്ല. റെജി ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിക്കുന്നത്. ഒരു വാഹനാപകടത്തിൽ റെജിയുടെ കാൽ മുറിച്ചു മാറ്റിയതാണ്. സുഹൃത്തുക്കൾ ചേർന്ന് വ്യാഴാഴ്ച മദ്യപിച്ചിരുന്നു. പിന്നീടാണ് കൊലപാതകം നടന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. തെളിവെൻ്റെ മുഖത്തുണ്ട്. എന്നാൽ ബാർ അസോസിയേഷനിലെ ഭൂരിപക്ഷവും തനിക്കെതിരെ കഥകൾ പ്രചരിപ്പിക്കുകയാണ്. ഞാൻ തുണി പിടിച്ചു വലിച്ചു എന്നുവരെയും പറയുന്നു. സഹപ്രവർത്തകർ കൂടെ നിൽക്കില്ലെന്ന് പൂർണ്ണ ബോധ്യമായി. അഭിഭാഷകർ ഇരയ്ക്കൊപ്പമല്ല വേട്ടക്കാരനൊപ്പമാണെന്ന് അഡ്വക്കേറ്റ് ശ്യാമലിയുടെ ശബ്ദ സന്ദേശത്തിലുണ്ട്. ഇനി ആ യുവതിയുടെ പ്രതീക്ഷ കോടതിയിലാണ്. ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ അഭിഭാഷകൻ ബെയിലിൻ ദാസ് ജയിലിൽ തന്നെ തുടരും. ഇയാളുടെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ജൂനിയർ അഭിഭാഷകയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സീനിയറിനുണ്ടെന്ന്
വാദത്തിനിടെ കോടതി പറഞ്ഞു. ബെയിലിൻ ദാസിന്റെ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദമാണ് നടന്നത്. നിയമത്തിൽ നല്ല അറിവുള്ള ബെയിലിന് ജാമ്യം നൽകിയാൽ സാക്ഷികൾ സ്വാധീനിക്കപ്പെടുമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. പ്രതിയുടെ ഓഫീസിലുള്ളവരും സാക്ഷികളാണ്. ശ്യാമിലിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടില്ല എന്നതും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. സമാനമായ കേസുകളിൽ മുൻകൂർ ജാമ്യം പോലും നൽകിയിട്ടുണ്ടെന്ന് പ്രതിഭാഗം പറഞ്ഞു. പ്രതിയെ ശ്യാമിലി ആക്രമിക്കുകയായിരുന്നു. ബെയിലിന് അതിൽ പരിക്കേറ്റു. പ്രകോപനമുണ്ടാക്കിയത് ശ്യാമിലിയാണെന്നും ബെയിലിന്റെ അഭിഭാഷകൻ വാദിച്ചു. കോടതി നടപടിയിൽ ശ്യാമിലി ആശ്വാസം പ്രകടിപ്പിച്ചു. എനിക്ക് ഓൾറെഡി നീതി ലഭിച്ചു കഴിഞ്ഞു. ഇനി കോടതിയുടെ തീരുമാനം എന്തു തന്നെയായാലും ഞാനത് അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു അനുഭവം ആർക്കും തന്നെ ഉണ്ടാവരുത്. ഇനി ഇതൊരു ആവർത്തനം, ഇനി ഒരിക്കൽ സംഭവിച്ചു ഇത് ആദ്യത്തെയും അവസാനത്തെയുമായി തീരട്ടെ എന്നുള്ളതാണ്. ഒത്തിരി 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 പ്രതീക്ഷകളോട് കൂടിയാണ് എല്ലാവരും ഈ യൂണിഫോം അണിഞ്ഞ് നടക്കുന്നത്. ഈ യൂണിഫോം എന്നല്ല, അത് ഇപ്പോൾ ഏത് പ്രൊഫഷണലായാലും അവരുടെ പ്രൊഫഷണലായിരിക്കും, അവർ അത്രയും താല്പര്യത്തോടു കൂടി ആണ് അത് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇനി ഒരു സംഭവം ഒരിക്കലും ആർക്കും, ഒരു ജൂനിയേഴ്സിനും ഒരു സീനിയേഴ്സിനും ആർക്കും തന്നെ ഉണ്ടാവാതിരിക്കട്ടെ. ജൂനിയർ അഭിഭാഷകയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സീനിയറിനുണ്ടെന്ന് വാദത്തിനിടെ കോടതി ഓർമ്മിപ്പിച്ചു. അനുവാദമില്ലാതെ ശരീരത്തിൽ തൊട്ടത് ശരിയല്ലെന്നും കോടതി ഓർമ്മിപ്പിച്ചു. എന്നാൽ ലൈംഗിക ഉദ്ദേശത്തോടെ ആയിരുന്നില്ല അതെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വിശദീകരണം. അതിനിടെ അഭിഭാഷകരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അഡ്വക്കേറ്റ് ശ്യാമിലി ഇട്ട ഓഡിയോ സംഭാഷണവും ചർച്ചയാകുന്നുണ്ട്. ഇത്രയും വിക്ടിം ബ്ലെയിം ചെയ്യാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്റെ എവിഡൻസ് എന്റെ മുഖത്തുണ്ട്. അത് ഇപ്പോ എനിക്ക് മനസ്സിലായി. എന്റെ സഹപ്രവർത്തകർ എന്റെ കൂടെ നിൽക്കില്ല എന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണ ബോധ്യമായി. അത് നാളെ ഞാൻ ഇത് മീഡിയയെ അറിയിക്കും. നാളെ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ സഹോദരികൾക്കോ ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. ഈ ഒരു അവസ്ഥ വന്നാൽ മാത്രമേ എന്റെ സ്ഥാനത്ത് ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ആരെങ്കിലും നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാകൂ. ഇതിപ്പോ ഞാൻ എന്റെ കാലുകൊണ്ട് ഞാൻ എന്റെ മുഖത്ത് അടിച്ചതുപോലെയാണ് ഇവിടെ ഓരോരുത്തരുടെ അഭിപ്രായം. ഭൂരിപക്ഷം അഭിഭാഷകരും ഒപ്പം നിന്നില്ലെന്നാണ് ശ്യാമിലി പറയുന്നത്. ബാർ അസോസിയേഷനിലെ ഭൂരിപക്ഷവും കാര്യമെന്തെന്നറിയാതെ തനിക്കെതിരെ കഥകൾ പ്രചരിപ്പിക്കുകയാണ്. തന്റെ കാലുകൊണ്ട് മുഖത്തടിച്ചതുപോലെയാണ് പലരുടെയും അഭിപ്രായം. സഹപ്രവർത്തകർ കൂടെ നിൽക്കില്ലെന്ന് പൂർണ്ണ ബോധ്യമായതായും കൂടുതൽ കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കുമെന്നും ശ്യാമിലി പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. ഇഡിയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന കൈക്കൂലി കേസ്. ഉന്നത ഉദ്യോഗസ്ഥർ ഏജന്റുമാരെ ഉപയോഗിച്ച് നടത്തിയ കൈക്കൂലി ഇടപാടുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇഡി കേസ് ഒഴിവാക്കുന്നതിന് വ്യവസായിയിൽ നിന്നും 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിൽ ഒന്നാം പ്രതി കൊച്ചി ഇഡി ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറാണ്. ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് കൊല്ലം സ്വദേശിയായ വ്യാപാരിയിൽ നിന്നും ഇടനിലക്കാർ പണം ആവശ്യപ്പെട്ടതെന്ന് വിജിലൻസ് പറയുന്നു. കേസിൽ അറസ്റ്റിലായ 3 പേരെ കോടതിയിൽ ഹാജരാക്കി കൂടുതൽ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. കേസിൽ കൂടുതൽ ഇഡി ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. കൊല്ലത്തെ കശുവണ്ടി വ്യവസായിയുടെ സ്ഥാപനത്തിന് വിറ്റുവരവ് കൂടുതലാണെന്നും വ്യാജരേഖയുണ്ടാക്കി പണം കൂടുതലും വിദേശത്താണ് വിനിയോഗിക്കുന്നതെന്നും കാണിച്ച് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് 2024 സമൻസ് ലഭിച്ചതാണ് കൈക്കൂലി കേസിന് തുടക്കം. പിന്നാലെ ഇഡി ഓഫീസിൽ ഹാജരായ പരാതിക്കാരനോട് വർഷങ്ങൾക്ക് മുൻപുള്ള കണക്കും രേഖകളും ആവശ്യപ്പെട്ടു. തുടർന്ന് ഇഡി ഏജന്റ് എന്ന നിലയിൽ കേസിലെ പ്രതിയായ വിൽസൺ വ്യവസായിയെ ബന്ധപ്പെട്ടു. ഇഡി ഓഫീസുമായുള്ള തന്റെ ബന്ധം തെളിയിക്കാൻ വീണ്ടും സമൻസ് അയക്കാമെന്ന് പറഞ്ഞു. മെയ് 14 പരാതിക്കാരന് സമൻസ് ലഭിച്ചു. തുടർന്ന് വിൽസനും പരാതിക്കാരനും ഇഡി ഓഫീസിനടുത്ത് നേരിൽ കണ്ടു. 50 ലക്ഷം രൂപ വീതം 4 തവണകളായി 2 കോടി രൂപ ആക്സിസ് ബാങ്കിന്റെ മുംബൈയിലെ അക്കൗണ്ട് നൽകാനും 2 ലക്ഷം രൂപ നേരിട്ട് തന്നെ ഏൽപ്പിക്കാനും വിൽസൺ നിർദ്ദേശിച്ചു. ഇതിനു പിന്നാലെയാണ് വ്യവസായി വിജിലൻസിനെ സമീപിച്ചത്. എറണാകുളം വിജിലൻസ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലാണ് തമ്മന സ്വദേശി വിൽസൺ, രാജസ്ഥാൻ സ്വദേശി മുരളി മുകേഷ് എന്നിവരെ പിടികൂടിയത്. ഇതിനുശേഷമാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യരെ അറസ്റ്റ് ചെയ്തത്.
വ്യാഴാഴ്ച എറണാകുളം പനമ്പള്ളി നഗറിൽ 2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുമ്പോഴാണ് വിൽസനെ പിടികൂടിയത്. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മുരളി മുകേഷിന്റെ പങ്ക് വ്യക്തമായത്. ഇവർ രണ്ടുപേരെയും ചോദ്യം ചെയ്തതിൽ നിന്ന് ചാർട്ടേഡ് അക്കൌണ്ടന്റ് രഞ്ജിത്ത് വാര്യരുടെ നിർദ്ദേശപ്രകാരമാണ് പ്രതികൾ പ്രവർത്തിച്ചതെന്ന് വ്യക്തമായി. ED കൊച്ചി ഓഫീസിലെ വിവരങ്ങൾ പ്രതികൾക്ക് നൽകി 2 കോടി രൂപ പരാതിക്കാരനിൽ നിന്നും ആവശ്യപ്പെടുന്നതിലേക്ക് മുഖ്യ സൂത്രധാരനായി പ്രവർത്തിച്ചതും രഞ്ജിത്ത് വാര്യർ ആണെന്നതിന് തെളിവ് ലഭിച്ചു. ഇയാളെ ചോദ്യം ചെയ്തതോടെ ED ഉന്നതരുടെ പങ്കും വ്യക്തമായി. ഇതോടെ കൊച്ചി ED ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെയും പ്രതി ചേർത്തു. കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചെന്ന് വിജിലൻസ് SP വ്യക്തമാക്കി. ഒരു സ്പെഷ്യൽ ടീം തന്നെയാണ് അന്വേഷിക്കുന്നത്. തീർച്ചയായിട്ടും സ്പെഷ്യൽ ടീം തന്നെ അന്വേഷിക്കുന്നത്. വിവിധ വിഭാഗങ്ങളായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ആഴത്തിലുള്ള അന്വേഷണം ആണ് നടക്കുന്നത്. കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ. കൃത്യമായിട്ട് നല്ലൊരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ വ്യവസായിയെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെ തന്റെ ഏജന്റുമാരെ ഉപയോഗിച്ചുകൊണ്ട് വലിയ പണപ്പിരിവിനാണ് ശേഖർ കുമാർ ലക്ഷ്യമിട്ടതെന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. സമാനമായ നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും വിജിലൻസ് SP വ്യക്തമാക്കി. 3 പ്രതികളെ 5 ദിവസത്തിൽ കസ്റ്റഡി കിട്ടിയിട്ടുണ്ട്. അവരെ വിശദമായിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ മറ്റ് സൈബർ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വി നീഡ് ടൈം. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ശേഖർ കുമാറിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഏജന്റുമാരെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇവരുടെ മൊബൈൽ ഫോണുകളും ബാങ്ക് ഇടപാടുകളും പരിശോധിച്ച ശേഷമാണ് വിജിലൻസ് ശേഖർ കുമാറിനെ 1ാം പ്രതിയാക്കിയത്. കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് വിജിലൻസ് തീരുമാനം. കേസിൽ പ്രതികളായ വിൽസൺ, മുരളി മുകേഷ്, ചാർട്ടേഡ് അക്കൌണ്ടന്റ് രഞ്ജിത്ത് വാര്യർ എന്നിവരെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥനെയും ഉടൻ ചോദ്യം ചെയ്യും. ED കൊച്ചി യൂണിറ്റിനെതിരെ നേരത്തെ തന്നെ കുറെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇതിനെ തുടർന്ന് വിജിലൻസ് ഇന്റലിജൻസ് വിഭാഗം ഇടനിലക്കാർ ഉൾപ്പെടെയുള്ളവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു. തുടർന്നാണ് 3 പേർ അറസ്റ്റിലായത്. ന്യൂസ് 18 കൊച്ചി. പാക് അനുകൂല വീഡിയോകൾ ചെയ്ത് തുടക്കം. ഏജന്റുമാർ വഴി വിസ നേടി പാകിസ്ഥാൻ സന്ദർശനം. പാക് സുരക്ഷാ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായി രഹസ്യ കൂടിക്കാഴ്ച. പിന്നീട് ഇന്ത്യയുടെ സൈനിക രഹസ്യങ്ങൾ ചോർത്തി നൽകി രാജ്യത്തെ ചതിച്ചു. ട്രാവൽ ബ്ലോഗറായ ജ്യോതി മൽഹോത്ര മാതൃരാജ്യത്തെ ഒറ്റുകൊടുത്തത് ഇങ്ങനെയാണ്. ഹരിയാന സ്വദേശിയായ യൂട്യൂബർ ഉൾപ്പെടെ 6 യുവാക്കളാണ് പാകിസ്ഥാൻ വിവരങ്ങൾ ചോർത്തി നൽകിയതിന് പിടിയിലായത്. സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവർക്ക് മാപ്പ് നൽകാൻ കഴിയും. പാകിസ്ഥാന് വിവരങ്ങൾ ചോർത്തി നൽകിയതിന് ബ്ലോഗറായ യുവതി ഉൾപ്പെടെ 6 പേരാണ് പിടിയിലായത്. ഹരിയാനയിലെ ട്രാവൽ ബ്ലോഗറായ ജ്യോതി മൽഹോത്ര, പഞ്ചാബ് സ്വദേശിനി ഗുസാല, യാമീൻ മുഹമ്മദ്, ഹരിയാന സ്വദേശികളായ ദേവീന്ദർ സിംഗ് ധില്ലൺ, അർമാൻ തുടങ്ങിയവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ സ്റ്റാഫ് അംഗമായിരുന്ന ഇസാനുൾ റഹീം എന്ന ഡാനിഷ് മുഖേന പാക് ചാരസംഘടനയിൽപ്പെട്ടവരുമായി ബന്ധം പുലർത്തിയെന്നും വിവരങ്ങൾ കൈമാറിയെന്നും കണ്ടെത്തിയതിന് പിന്നാലെയാണ് ബ്ലോഗർ അടക്കമുള്ളവരെ പിടികൂടിയത്. ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ജ്യോതി മൽഹോത്ര ട്രാവൽ വ്ലോഗ് ചെയ്യുന്നത്. 2023 യുവതി പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു. ഈ സമയത്താണ് ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ അംഗമായിരുന്ന ഡാനിഷുമായി പരിചയത്തിലായത്. ഇയാൾ പിന്നീട് ജ്യോതിയെ പാക് ചാരസംഘടനയുമായി ബന്ധപ്പെട്ട പലർക്കും പരിചയപ്പെടുത്തി നൽകിയെന്നും റിപ്പോർട്ടുകളിലുണ്ട്. ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ അംഗമായിരുന്ന ഡാനിഷിനെ അടുത്തിടെ പുറത്താക്കിയിരുന്നു. ഡാനിഷുമായും ഇയാൾ മുഖേന പരിചയപ്പെട്ട പാക് ചാരസംഘടനയിലെ ഷാക്കിർ എന്ന റാണ ഷഹബാസുമായും വാട്സാപ്പ്, ടെലിഗ്രാം, സ്നാപ്ചാറ്റ് തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങൾ വഴിയാണ് ജ്യോതി ആശയവിനിമയം നടത്തിയിരുന്നത്. ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളെക്കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ ജ്യോതി ഇവർക്ക് കൈമാറിയതായാണ് വിവരം. മാത്രമല്ല, സാമൂഹിക മാധ്യമങ്ങളിൽ പാകിസ്ഥാന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള ദൌത്യവും യുവതി ഏറ്റെടുത്തു. ഇതിനിടെ പാക് ചാര സംഘടനയിൽപ്പെട്ട ഒരാൾക്കൊപ്പം യുവതി ബാലിയിലേക്ക് യാത്ര നടത്തിയതായും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. പഞ്ചാബിലെ മലേർകോട്ട്ല സ്വദേശിയായ ഗുസാലയും പാക് ഹൈക്കമ്മീഷൻ വഴിയാണ് ഡാനിഷുമായി പരിചയത്തിലായത്. വിധവയായ ഗുസാല പാകിസ്ഥാൻ വിസയ്ക്കായി 2025 ഫെബ്രുവരി 27-നാണ് ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷനിലെത്തിയിരുന്നത്. ഇവിടെ വെച്ച് ഡാനിഷുമായി പരിചയത്തിലായി. പിന്നീട് ഇരുവരും സാമൂഹിക മാധ്യമങ്ങളിലൂടെ സംസാരിക്കുന്നത് പതിവായി. വാട്സാപ്പിന് പകരം ടെലിഗ്രാം ഉപയോഗിച്ച് ആശയവിനിമയം നടത്താനായിരുന്നു ഡാനിഷ് യുവതിയോട് നിർദ്ദേശിച്ചിരുന്നത്. ടെലിഗ്രാം വഴിയുള്ള ആശയവിനിമയമാണ് കൂടുതൽ സുരക്ഷിതമെന്ന് ഇയാൾ യുവതിയെ ധരിപ്പിച്ചു. വീഡിയോ കോളും പതിവായിരുന്നു.
ഇതിനിടെ യുവതിയുമായി പ്രണയത്തിലായ ഡാനിഷ് വിവാഹ വാഗ്ദാനവും നൽകിയിരുന്നു. ഏപ്രിൽ 23-ന് ഗുസാല തന്റെ സുഹൃത്തായ ബാനു നസ്രിയയുമായി വീണ്ടും പാക് ഹൈക്കമ്മീഷൻ സന്ദർശിച്ചിരുന്നു. ഇവർക്കും ഡാനിഷ് ഇടപെട്ടാണ് വിസ അനുവദിച്ചതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഡാനിഷുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിനാണ് മലേർകോട്ട്ല സ്വദേശിയായ യാമിർ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തത്. പാക് ചാരന്മാരുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ സിം കാർഡുകൾ വിതരണം ചെയ്തതിനും പണം കൈമാറിയതിനുമാണ് ഹരിയാനയിലെ നൂഹ് സ്വദേശിയായ അർമാൻ പിടിയിലായത്. ഇയാൾ 2025-ലെ ഡിഫൻസ് എക്സ്പോ സന്ദർശിച്ച് വിവരങ്ങൾ കൈമാറിയതായും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. പട്യാല കന്റോൺമെന്റിന്റെ വീഡിയോകളും ചിത്രങ്ങളും പാകിസ്ഥാൻ അയച്ചു നൽകിയതിനാണ് വിദ്യാർത്ഥിയായ ദേവീന്ദർ സിംഗ് ഗില്ലൺ പിടിയിലായത്. ന്യൂസ് 18 ഡൽഹി. മദ്യലഹരിയിൽ വാഹനമോടിക്കാനെത്തിയ ബസ് ഡ്രൈവറെ കണ്ടക്ടർ ചോദ്യം ചെയ്തതിലുള്ള പ്രകോപനം, പിന്നീട് ഭീഷണിയും കത്തിക്കുത്തും. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലാണ് മദ്യലഹരിയിൽ സ്വകാര്യ ബസ് ഡ്രൈവർ ബസ്സിനുള്ളിൽ കയറി കണ്ടക്ടറെ ആക്രമിച്ചത്. മുഖത്ത് നിരവധി കുത്തുകളേറ്റ കണ്ടക്ടർ വിനോജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കേസിൽ ബസ് ഡ്രൈവറായ ബാബുരാജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നാളുകളായി നീണ്ടുനിന്ന വ്യക്തിവിരോധത്തെ തുടർന്നായിരുന്നു ആക്രമണമെന്ന് പോലീസ് പറയുന്നു. ഒരു ബസ്സിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നവരാണ് കുത്തേറ്റ കണ്ടക്ടർ വിനോജും ഡ്രൈവർ ബാബുരാജും. മദ്യപിച്ചെത്തിയ ബാബുരാജിനെ ബസ് എടുക്കാൻ വിനോജ് അനുവദിക്കാതിരുന്ന സംഭവമുണ്ടായി. കുത്തേറ്റ വിനോജ് കണ്ടക്ടർ സീറ്റിലിരിക്കുമ്പോൾ ബാബുരാജ് ഫോർക്ക് ഉപയോഗിച്ച് തുടരെ കുത്തുകയായിരുന്നു. ബസ്സിലെ ഡ്രൈവർ തടയാൻ ശ്രമിച്ചെങ്കിലും അക്രമി ആയുധം കാണിച്ച് ഭീഷണിപ്പെടുത്തി അകറ്റി നിർത്തി. ബാബുരാജ് ബസ്സിൽ കയറുന്നതും സീറ്റിലിരിക്കുകയായിരുന്ന വിനോജിനെ പലതവണ കുത്തുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ബസ്സിലെ ഡ്രൈവർ എത്തി ഇയാളെ പിടിച്ചു മാറ്റുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ പോലീസ് വിനോജിനെ ആശുപത്രിയിലേക്ക് മാറ്റി. SHO ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പോലീസ് പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിൽ വീണ് പ്രതി ബാബുരാജിന് പരിക്കേറ്റിട്ടുണ്ട്. ഇയാളും നിലവിൽ ചികിത്സയിലാണ്. ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. മുക്കുപണ്ടം പണയം വെച്ച ശേഷം മരണപ്പെട്ടെന്ന് സ്വയം വാർത്ത നൽകി നാടുവിടും. പിന്നീട് തമിഴ്നാട്ടിൽ മറ്റൊരു പേരിൽ ഒളിജീവിതം. കോട്ടയം കുമാരനെല്ലൂർ സ്വദേശി സജീവിൻ്റെ തട്ടിപ്പ് കഥ പുറത്തുവന്നത് പോലീസിൻ്റെ പിടിയിലായപ്പോഴാണ്. 2023-ൽ കുമാരനെല്ലൂരിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് 4 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് ഗാന്ധിനഗർ പോലീസിൻ്റെ നിർണായക അറസ്റ്റ്. ഇയാൾ കൂടുതൽ പേരിൽ നിന്ന് പണം തട്ടിയെടുത്തിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. മുക്കുപണ്ടം പണയം വെച്ച് കോട്ടയം കുമരനെല്ലൂരിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് 4 ലക്ഷം രൂപ തട്ടിയെടുത്ത സജീവ് MR ആണ് പോലീസിന്റെ വലയിലായത്. 2023-ലാണ് കേസിന് ആസ്പദമായ സംഭവം. 4 തവണയായി സ്വർണം പണയം വെച്ച് 4,39,000 രൂപയാണ് ഇയാൾ വാങ്ങിയത്. ശേഷം തമിഴ്നാട്ടിലേക്ക് മുങ്ങി. പിന്നാലെ മരണപ്പെട്ടുവെന്ന് ഇയാൾ തന്നെ പത്രത്തിൽ വാർത്ത കൊടുത്തു. ഞങ്ങളെ തട്ടിപ്പ് നടത്തിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണാഞ്ചേരി പള്ളിക്ക് സമീപം എൻ്റെ ഒരു വീട് ഒറ്റയ്ക്ക് തന്നു. ഒറ്റയ്ക്ക് വേറെ 5 ലക്ഷം രൂപ എന്നോട് മേടിച്ചിട്ടാണ് എനിക്ക് ഒറ്റയ്ക്ക് തന്നെ. 11 മാസം എഗ്രിമെന്റ് എഴുതി. എഗ്രിമെന്റ് എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ അവൻ കാണിച്ചത് ആധാരം കള്ളയാധാരമായിരുന്നു. നിലവിൽ അത് ലോണുള്ള വീടായിരുന്നു. ഭയങ്കരമായിട്ട് 12 ലക്ഷം രൂപയുടെ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ ഇവനെ എഗ്രിമെന്റ് പുതുക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഇവൻ മുങ്ങി. ഞങ്ങളാണ് പോലീസിൽ പരാതി കൊടുത്തത്. പോലീസിൽ പരാതി കൊടുത്തിട്ട് പോലീസുകാർ കേസ് അന്വേഷിക്കത്തില്ല. തിരിച്ച് ഞങ്ങൾ കോടതി കേസ് ഫയൽ ചെയ്തിരിക്കുക. ഇപ്പം നിലവിൽ ഇപ്പം പിന്നെ ഇവനെ കാണുന്നത് ഇപ്പോൾ ഇവിടെ വെച്ചാണ്. ഇതോടൊപ്പം ഇയാൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കോട്ടയം ജില്ലയിൽ 2 വീടുകൾ പണിത് വാടകയ്ക്ക് നൽകിയിരുന്നു. ഇവരിൽ നിന്ന് ഒറ്റിക്കാശായി 5ഉം 6ഉം ലക്ഷം രൂപ വീതം പ്രതി വാങ്ങി. ലോൺ ഉണ്ടെന്ന് പറഞ്ഞ് ബാങ്ക് വീട്ടിലെത്തിയപ്പോഴാണ് വാടകയ്ക്ക് താമസിക്കുന്നവർ വിവരമറിയുന്നത്. തുടർന്ന് പ്രതിയെ പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ലെന്ന് വാടകയ്ക്ക് താമസിക്കുന്നവർ പറയുന്നു. ഞങ്ങളുടെ ഉറ്റാധാരം വെച്ചിട്ടാണ് ചെയ്തത്. ഈ പുള്ളി അന്ന് ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് പുള്ളി ഇവിടെ ഇല്ല. പുള്ളി ചെന്നൈയിലാണെന്ന് പറഞ്ഞ് വീഡിയോ കോളിൽ കൂടിയായിരുന്നു എന്നോട് സംസാരിച്ച്. അതിനുശേഷം നാട്ടിൽ വന്ന് കാര്യങ്ങളെല്ലാം ചെയ്തു. എന്നിട്ട് പിന്നെ പുള്ളി ഓടിയില്ല. ഞങ്ങളൊരു 1 വർഷത്തോളം കണ്ടിന്യൂസ്ലി താമസിച്ചുകൊണ്ട് പോകുമായിരുന്നു. പോയിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ബാങ്കിൽ കൊണ്ട് ഫെഡറൽ ബാങ്കുകാരാണ് ഒട്ടിച്ചിട്ട് പോയി. പിന്നെ അതിന്റെ പുറകെ നമ്മളെ നല്ല രീതിയിൽ തന്നെ അതിന് പൈസ ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനെ തട്ടിപ്പിലൂടെ ലഭിച്ച പണവുമായി പ്രതി തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു. പിന്നാലെ താൻ മരണപ്പെട്ടതായി വെളിപ്പേരായ സുധി എന്ന പേര് വെച്ച് പത്രത്തിൽ ചരമവാർത്തയും നൽകി.
തമിഴ്നാട്ടിൽ ഡ്രൈവർ ജോലി അടക്കം ചെയ്യുന്നതിനിടയിൽ ഗാന്ധിനഗർ പോലീസ് തന്ത്രപൂർവ്വം ഇയാളെ പിന്തുടർന്നു. മരണപ്പെട്ട ശേഷവും ആധാർ കാർഡ് വെച്ച് ഇയാൾ സിം കാർഡ് എടുത്തിരുന്നു. ഈ നമ്പറിൽ നിന്നും ഭാര്യയുടെ ഫോണിലേക്ക് കോളുകൾ വന്നതോടെയാണ് പോലീസ് തമിഴ്നാട്ടിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചത്. കൊടൈക്കനാലിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടുന്നത്. ലോൺ എടുത്ത് വീട് വെച്ച ശേഷം ഇത് ഒറ്റയ്ക്ക് കൊടുത്ത പണവുമായി മുങ്ങുന്നതായി നിരവധി പേരാണ് പരാതിയുമായി രംഗത്ത് വന്നത്. ന്യൂസ് 18 കോട്ടയം. സമൂഹ മാധ്യമങ്ങളിലെ സൗഹൃദ കെണിയിൽ വീണാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ പറയാറുള്ളതാണല്ലേ. എന്നാലും ചിലർ പാഠം പഠിക്കില്ല. പാലക്കാട് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ശേഷം യുവതിയിൽ നിന്നും സ്വർണം തട്ടിയെടുത്ത സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ജ്വല്ലറി ഉടമയെന്ന് പരിചയപ്പെട്ട ശേഷമായിരുന്നു തട്ടിപ്പ്. കേസിൽ വടകര സ്വദേശി മുഹമ്മദ് നജീർ, കണ്ണൂർ ഇരിട്ടി സ്വദേശി മുബഷീർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായ മുഹമ്മദ് നജീറിനെതിരെ സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയതിന് നിരവധി കേസുകളുണ്ട്. ഇയാളുടെ കൂട്ടാളി മുബഷീർ MDMA കടത്തുൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയാണ്. ഇൻസ്റ്റഗ്രാമിലൂടെ സൗഹൃദം നടിച്ച ശേഷം പട്ടാമ്പി കൂട്ടുപാത സ്വദേശിയായ യുവതിയിൽ നിന്നും 35 പവൻ സ്വർണം തട്ടിയെടുത്ത കേസിലാണ് പ്രതികൾ പിടിയിലായത്. വടകര സ്വദേശി മുഹമ്മദ് നജീർ, കണ്ണൂർ ഇരിട്ടി സ്വദേശി മുബഷീർ എന്നിവരെയാണ് പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ S അൻഷാദിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തത്. ജ്വല്ലറി ഉടമയെന്ന വ്യാജേന വടകര സ്വദേശിയായ മുഹമ്മദ് നജീർ ഇൻസ്റ്റഗ്രാമിലൂടെ യുവതിയെ പരിചയപ്പെട്ട ശേഷം പഴയ സ്വർണം നൽകിയാൽ പകരം പണവും കൊടുത്ത സ്വർണവും നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച ശേഷം നജീറും മുബഷീറും പട്ടാമ്പിയിലെത്തി യുവതിയിൽ നിന്നും 35 പവൻ സ്വർണ്ണാഭരണം വാങ്ങി കടന്നു കളയുകയായിരുന്നു. തുടർന്ന് യുവതി നൽകിയ പരാതിയിൽ പട്ടാമ്പി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ബാംഗ്ലൂരിലേക്ക് കടന്നു കളഞ്ഞ പ്രതികളെ പിന്തുടർന്ന് പിടികൂടിയത്. ഒരു പ്രതി പോലീസിനെ വെട്ടിച്ച് ബിൽഡിംഗിന്റെ 3ാം നിലയിൽ നിന്നും അടുത്തുള്ള തെങ്ങിലേക്ക് ചാടി ഊർന്നിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും പോലീസ് പിറകെ ഓടി പിന്തുടർന്ന് പിടികൂടുകയുമായിരുന്നു. അറസ്റ്റിലായ മുഹമ്മദ് നജീർ സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയതിന് കുറ്റ്യാടി, വളയം, തലശ്ശേരി, വടകര തുടങ്ങിയ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ട്. കൂട്ടുപ്രതിയായ മുബഷീർ MDMA കടത്ത്, അടിപിടി തുടങ്ങിയ നിരവധി കേസുകളിലെ പ്രതിയാണ്. അറസ്റ്റ് ചെയ്ത പ്രതികളെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പട്ടാമ്പി. KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തും ഉത്സവ പറമ്പുകളിലും കപ്പലണ്ടി കച്ചവടം നടത്തി കുടുംബം പോറ്റുന്നയാളാണ് കൊട്ടാരക്കര സ്വദേശിനി മഞ്ജു. മിച്ചം കിട്ടുന്ന തുക കൊണ്ട് മക്കൾക്ക് വേണ്ടി ഒരു നിക്ഷേപം എന്ന നിലയിൽ സ്വർണം വാങ്ങി സൂക്ഷിക്കാറുണ്ട്. എന്നാൽ ഇല്ലായ്മതൊന്നും ഇങ്ങനെ വാങ്ങിയ സ്വർണം നഷ്ടപ്പെട്ടാലുള്ള അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? കഴിഞ്ഞ ദിവസമാണ് കൊട്ടാരക്കരയിലെ വീട്ടിൽ നിന്നും 5 പവൻ സ്വർണം മോഷണം പോയത്. വീട്ടമ്മയുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. രണ്ട് ദിവസം മുൻപാണ് കൊട്ടാരക്കര വെള്ളാരംകുന്ന് സ്വദേശി മഞ്ജുവിന്റെ വീട്ടിൽ നിന്നും സ്വർണം മോഷണം പോയത്. സ്വർണം സൂക്ഷിച്ചിരുന്ന ബാഗും കാണാതെ പോയിരുന്നു. മഞ്ജു കൊട്ടാരക്കര പോലീസിൽ പരാതി നൽകുകയും വീടിന് സമീപം എല്ലാം അന്വേഷിക്കുകയും ചെയ്തിരുന്നു. വീടിന്റെ ആധാരവും അനുബന്ധ രേഖകളും മഞ്ജു ബാഗിനുള്ളിലാണ് സൂക്ഷിച്ചിരുന്നത്. വീട്ടിൽ ആളില്ലാത്ത സമയത്താണ് മോഷണം നടന്നതെന്ന് മഞ്ജു പറയുന്നു. എൻ്റെ മുറിക്കകത്തിരുന്ന എൻ്റെ ബാഗിനകത്ത് ഞാൻ സ്വർണ്ണം ഒരു അടച്ച് എൻ്റെ മുറിക്കകത്താണ് വെച്ചിരുന്നത്. മുറിക്കകത്ത് സെൻസൈഡിലാണ് വെച്ചിരുന്നത്. എൻ്റെ മുറിക്കകത്തിരുന്ന ബാഗ് ഇന്നലെ വൈകുന്നേരം ഞാൻ ഇവിടെയൊക്കെ നോക്കി ലാസ്റ്റ് വന്ന് കിണറാൻ നോക്കിയപ്പോൾ എൻ്റെ ബാഗ് കിണറിനകത്ത് നടക്കുക. എൻ്റെ ബാഗ് എങ്ങനെ പറന്ന് കിണറിനകത്ത് പോകത്തില്ല, എൻ്റെ മക്കളും എടുത്തിടത്തില്ല. കാരണം എനിക്കുള്ള 2 കൊച്ചു പിള്ളേരാണ്. അവരെ കൊണ്ട് ഈ ബാഗ് തൂക്കിയിടാൻ പറ്റത്തില്ല. എൻ്റെ ഭർത്താവ്, എൻ്റെ പിള്ളേർ, എൻ്റെ അച്ഛൻ ആരും ഇവിടെ ഇല്ലായിരുന്നു. അവരൊക്കെ കച്ചവട സ്ഥലത്തായിരുന്നു. സ്വർണം സൂക്ഷിച്ചിരുന്ന ബാഗ് മഞ്ജുവിന്റെ കിണറ്റിൽ നിന്ന് ലഭിച്ചു. സംശയമുള്ളവരുടെ പേരുകൾ സഹിതം മഞ്ജു കൊട്ടാരക്കര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തും ഉത്സവപ്പറമ്പുകളിലും ഉന്തുവണ്ടിയിൽ കപ്പലണ്ടി കച്ചവടം നടത്തിയാണ് മഞ്ജുവും കുടുംബവും ഉപജീവനം കഴിച്ചിരുന്നത്. ഇങ്ങനെ ലഭിച്ച തുകയിൽ നിന്നാണ് ഇവർ സ്വർണം വാങ്ങി സൂക്ഷിച്ചിരുന്നത്. സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. വീട് പൂട്ടി പുറത്തു പോകുന്നവർ അവിടെ സ്വർണവും പണവും സൂക്ഷിക്കരുതെന്ന് പലപ്പോഴും മുന്നറിയിപ്പ് നൽകാറുണ്ട്. എന്നാൽ പ്രവാസികൾ പോലും വീട്ടിൽ സ്വർണം വെച്ചിട്ടാണ് വിദേശത്തേക്ക് പോകുന്നത്. കഴിഞ്ഞ ദിവസം മലപ്പുറം കുറ്റിപ്പുറത്ത് പ്രവാസിയുടെ വീട് കുത്തി തുറന്ന് മോഷ്ടിച്ചത് 8 പവൻ സ്വർണവും 1/2 പവൻ ഡയമണ്ടുമാണ്. സംഭവത്തിൽ കുറ്റിപ്പുറം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്.
കുറ്റിപ്പുറം കൂരടയിൽ വീട് കുത്തിത്തുറന്ന് മോഷണം. പ്രവാസിയായ ആലിക്കൽ ആസിഫിന്റെ വീട്ടിൽ നിന്നാണ് 8 പവൻ സ്വർണവും 1/2 പവൻ ഡയമണ്ടും മോഷണം പോയത്. സംഭവത്തിൽ കുറ്റിപ്പുറം പോലീസ് അന്വേഷണം ആരംഭിച്ചു. വീട് കുത്തിത്തുറന്ന് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവുമാണ് മോഷ്ടാവ് കവർന്നത്. വീടിന്റെ പുറകുവശം വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. വീട്ടിൽ 4 ദിവസമായി താമസമുണ്ടായിരുന്നില്ല. വീട്ടുകാർ ശനിയാഴ്ച വീട്ടിലെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം മനസ്സിലാക്കിയത്. സംഭവസ്ഥലത്ത് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും കുറ്റിപ്പുറം പോലീസും വീട്ടിലെത്തി പരിശോധന നടത്തി. ചുറ്റളവിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴത്തെ അന്വേഷണം. തിരൂർ ഡിവൈഎസ്പി പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. നാട്ടിലെ സ്ഥിരം മോഷ്ടാക്കളെയും ഇതര സംസ്ഥാനക്കാരെയും പോലീസ് സംശയിക്കുന്നുണ്ട്. പ്രതികളെ ഉടൻ പിടികൂടാൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ന്യൂസ് 18 തിരൂർ. തിരുവനന്തപുരം വർക്കലയിൽ പട്ടാപ്പകൽ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും പണം തട്ടിയെടുത്തതായി പരാതി. കട ഉടമയുടെ സുഹൃത്താണെന്ന രീതിയിൽ ജീവനക്കാരിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് യുവാവ് പണം തട്ടിയെടുത്തത്. ഉടമ വൈകുന്നേരം കടയിലെത്തിയപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ട വിവരം മനസ്സിലാക്കിയത്. CCTV ദൃശ്യങ്ങൾ സഹിതം കേന്ദ്രീകരിച്ച് വർക്കല പോലീസ് പ്രതിക്ക് വേണ്ടി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാൾ മുൻപും കട ഉടമയെ അന്വേഷിച്ച് കടയിൽ വന്നിരുന്നതായി ജീവനക്കാരി പറയുന്നു. വർക്കല ഇലകമൺ സ്വദേശിയായ ബിജോയ് രാജേന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള ജ്യൂസ് പാർലറിൽ നിന്നുമാണ് ഇന്നലെ വൈകുന്നേരം 5:30 പണം തട്ടിയെടുത്തത്. കടയുടമയുടെ സുഹൃത്താണെന്ന് തോന്നിക്കും വിധം ഉടമയുമായുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ഫോണിൽ സംസാരിക്കുന്ന രീതിയിൽ ജീവനക്കാരെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു പണം തട്ടിയെടുത്തത്. 7,000 രൂപ കുഞ്ഞുമോൻ എന്നയാൾ കൊണ്ടുവന്ന് തരുമെന്നും ഇത് കടയിൽ വാങ്ങി വെക്കാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. തുടർന്ന് 1,200 രൂപ കടയിൽ നിന്ന് തന്ത്രപൂർവ്വം കൈക്കലാക്കുകയുമായിരുന്നു. ഈ തുക കുഞ്ഞുമോൻ എന്ന വ്യക്തി തരുന്ന തുകയിൽ നിന്ന് എടുക്കുവാനും ആവശ്യപ്പെട്ടു. കയറി വന്നായിരുന്നു. അപ്പൊ മുതലാളി എന്താന്ന് കേട്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, വീട്ടിൽ പോയിരുന്നു. അതിപ്പോ വരും, 6:30 വരുമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് വെച്ച് മൊബൈലിന്റെ സമയം എത്രയാണെന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ 5 രൂപയായിരുന്നു നോക്കാം. അപ്പൊ 7 മണിക്ക് ആവും അല്ലേ മുതലാളി വരാൻ. ഞാൻ പറഞ്ഞ 7 മണിയൊക്കെ ആവും. എങ്കിൽ ഞാൻ മുതലാളിയെ വിളിക്കാന്ന് പറഞ്ഞ് ഇവിടെ വിളിച്ചായിരുന്നു. അത് നീ എവിടെയാണ് നിൽക്കുന്ന എന്ന് പറഞ്ഞിട്ട് അത് ഞാന് ഒരു കുഞ്ഞുമോനെന്ന് പറയുന്ന ഒരാള് പൈസ കൊണ്ടുവരും. അപ്പൊ ഇയാള് മേടിച്ച് വെക്കുമെന്ന് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു മേടിക്കാൻ നോക്കും. അത് നിന്റെ പേരെന്തരാണ്? ഞാൻ പറഞ്ഞ പ്രഭയാണ്. എന്നിട്ട് ഫോൺ ചെവി വെച്ചിട്ട് അത് പ്രഭയുടെ കയ്യിൽ കൊടുത്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് മുതലാളിക്ക് സംസാരിക്കുന്നുണ്ടൊക്കെ എൻ്റെ അടുത്ത് സംസാരിക്കും. അത് 1,000 അതിൽ എത്ര ഉണ്ടോ ഇതിനകത്ത് നോക്കാൻ പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു 1,100 രൂപ കാണും. അതൊരു 1,200 രൂപ മുതലാളി തരാൻ പറഞ്ഞായിരുന്നു. കാരണം ഇന്റെ ചേട്ട ഒരു 1,200 രൂപ എങ്കിൽ കൊണ്ടുവരുന്ന 7,000 രൂപയെന്ന് ഈ 1,200 രൂപ മുതലാളികൾക്ക് ഈ 1,200 രൂപ കുറച്ചിട്ട് ബാലൻസ് മുതലാളിക്ക് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞായിരുന്നു. ഇയാൾ പോയ ശേഷം കടയുടമയെ വിളിച്ചപ്പോഴാണ് താൻ കബളിപ്പിക്കപ്പെട്ട വിവരം ജീവനക്കാരി മനസ്സിലാക്കിയത്. തുടർന്ന് CCTV ദൃശ്യങ്ങൾ സഹിതം കടയുടമ വർക്കല പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇയാൾ 3 ദിവസത്തിന് മുമ്പും വൈകുന്നേരം ഏകദേശം ഇതേ സമയത്ത് തന്നെ കടയുടമയെ അന്വേഷിച്ച് കടയിൽ വന്നിരുന്നതായി ജീവനക്കാരി പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ആരാധനാലയങ്ങളിൽ പ്രാർത്ഥിക്കാനാണ് സാധാരണ നമ്മളൊക്കെ പോകുന്നത്. എന്നാൽ കവർച്ചയ്ക്കും തട്ടിപ്പിനുമായി പള്ളിയിലും ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നവരുണ്ട്. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയത്തിൽ മോഷണം നടന്നത് കുർബാനയ്ക്കിടെയാണ്. കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ നിന്ന് നേർച്ചപ്പണവും മൊബൈൽ ഫോണും പേഴ്സും മോഷ്ടിച്ച കേസിൽ ഒടുവിൽ കള്ളൻ പിടിയിലായി. അൾത്താരയ്ക്ക് സമീപമുള്ള മുറിയിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രതിയെ കുടുക്കിയത്. കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയത്തിൽ കുർബാന നടക്കുന്നതിനിടയിലാണ് അൾത്താരയോട് ചേർന്നുള്ള സാക്രിസ്ത്യൻ റൂമിൽ നിന്ന് യുവാവ് മൊബൈൽ ഫോണും പേഴ്സും നേർച്ചപ്പണവും മോഷ്ടിച്ചത്. മോഷണ വിവരം അറിഞ്ഞ ഉടൻ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തി. അൾത്താരയ്ക്ക് സമീപമുള്ള സാക്രിസ്ത്യൻ റൂമിൽ നിന്ന് മോഷണം നടക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 ആണ് ഇന്ന് രാവിലെ പുറത്തുവിട്ടത്. പ്രാഥമിക അന്വേഷണത്തിൽ തട്ടിയെടുത്ത ബൈക്കിൽ എത്തിയാണ് യുവാവ് മോഷണം നടത്തിയതെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. മോഷണം നടത്തുന്നതിനായി യുവാവ് എത്തിയ ഇരുചക്ര വാഹനം വക്കം സ്വദേശിനിയുടേതാണെന്നും
ഇത് മോഷ്ടിക്കപ്പെട്ടതാണെന്നും പോലീസ് കണ്ടെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തിരുവനന്തപുരം അഞ്ചുതെങ്ങ് സ്വദേശിയായ മോഷ്ടാവിനെ ആറ്റിങ്ങിൽ നിന്ന് മ്യൂസിയം പോലീസ് പിടികൂടിയത്. പള്ളിയിൽ നിന്ന് മോഷ്ടിച്ച മൊബൈൽ ഫോൺ പ്രതിയുടെ പക്കൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. ബൈക്ക് മോഷണവും പോക്കറ്റടിയും ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയാണ് പിടിയിലായ 17-കാരൻ. ഇയാളെ ജുവനൈൽ കോടതിയിൽ ഹാജരാക്കുമെന്ന് മ്യൂസിയം പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. സ്വന്തം ജീവിത സുഖത്തിനു വേണ്ടി മക്കളെ കാമുകന് കാഴ്ചവെച്ച യുവതി, 10ഉം 12ഉം വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് മദ്യമൊഴിച്ചു നൽകിയ അമ്മ. പെരുമ്പാവൂർ കുറുപ്പുംപടിയിലെ ആ 2 കുരുന്നുകളുടെ ജീവിതം പിച്ചി ചീന്തിയത് പെരുമ്പാവൂർ സ്വദേശി ധനേഷാണ്. പ്രായപൂർത്തിയാകാത്ത 2 പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. അമ്മയുടെ ആൺസുഹൃത്ത് ധനേഷ് 2 വർഷത്തോളം കുട്ടികളെ പീഡനത്തിന് ഇരയാക്കിയെന്ന് പെരുമ്പാവൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. അമ്മയും ആൺസുഹൃത്തും ചേർന്ന് മദ്യം നൽകി പീഡിപ്പിച്ചെന്ന കേസിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുറ്റപത്രം നൽകിയത്. അമ്മയുടെ ആൺസുഹൃത്ത് ധനേഷ് 2 വർഷത്തോളം കുട്ടികളെ പീഡനത്തിനിരയാക്കിയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. 10ഉം 12ഉം വയസ്സുള്ള 2 പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ കുട്ടികളുടെ രഹസ്യമൊഴിയും ക്ലാസ് ടീച്ചർ അടക്കമുള്ളവരുടെ മൊഴികളുമാണ് നിർണായകമായത്. കേസിൽ ശാസ്ത്രീയ തെളിവുകളും കിട്ടിയിട്ടുണ്ട്. പീഡനവിവരം മറച്ചുവെച്ചതിന് അമ്മയ്ക്കെതിരെ മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. 3 മാസമായി അമ്മയ്ക്ക് പീഡനത്തെക്കുറിച്ച് അറിയാമായിരുന്നുവെന്ന് ധനേഷും മൊഴി നൽകി. കുട്ടികൾ സഹപാഠികൾക്ക് എഴുതിയ കത്തിലൂടെയാണ് പീഡനവിവരം പുറത്തുവന്നത്. കുട്ടികളുടെ അമ്മയുമായി ഉണ്ടായ സൗഹൃദം മുതലെടുത്താണ് ധനേഷ് കുട്ടികളെ പീഡനത്തിന് ഇരയാക്കിയത്. പെൺകുട്ടികളുടെ സുഹൃത്തുക്കളെയും ദുരുപയോഗം ചെയ്യാനുള്ള പ്രതിയുടെ ശ്രമമാണ് പീഡനവിവരം പുറത്തറിയാൻ കാരണമായത്. പിതാവ് രോഗബാധിതനായ സമയത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനായി വിളിച്ചിരുന്ന വാഹനത്തിന്റെ ഡ്രൈവറാണ് ധനേഷ്. പിതാവിന്റെ മരണശേഷം കുടുംബവുമായി ഇയാൾ കൂടുതൽ അടുത്തു. ശനി ഞായർ ദിവസങ്ങളിൽ സ്ഥിരമായി വീട്ടിലെത്തി കുട്ടികളെ പീഡിപ്പിക്കുകയായിരുന്നു. ന്യൂസ് 18 കൊച്ചി. 3 ദിവസം പ്രായമുള്ളപ്പോൾ തെരുവിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ പെൺകുഞ്ഞിനെ എടുത്തു വളർത്തിയതാണ് ഭുവനേശ്വർ സ്വദേശിനി രാജലക്ഷ്മി. മകളെ ഒരു കുറവും അറിയിക്കാതെ അവർ വളർത്തി. നല്ല സ്കൂളിൽ പഠിപ്പിക്കാനായി പറഞ്ഞയച്ചു. അവൾ വളർന്ന് കൗമാരക്കാരിയായി. പതിയെ ഒരു പ്രണയബന്ധത്തിൽ കുടുങ്ങിയപ്പോൾ വളർത്തമ്മയെ വകവരുത്താൻ തീരുമാനം. പ്രണയത്തെ എതിർത്തതിനാണ് പെൺകുട്ടി സുഹൃത്തുക്കളുമായി ചേർന്ന് പോറ്റമ്മയെ കൊലപ്പെടുത്തിയത്. ഏപ്രിൽ 29-ന് ഉറക്കഗുളിക കൊടുത്ത് മയക്കിക്കിടത്തിയ ശേഷം തലയിണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചായിരുന്നു കൊലപാതകം. കേസിൽ 13-കാരിയും സുഹൃത്തുക്കളും പോലീസിന്റെ പിടിയിലായി. സ്വത്തുക്കൾ സ്വന്തമാക്കാനുള്ള നീക്കവും കൊലയ്ക്ക് പിന്നിലുണ്ടെന്നാണ് വിവരം. പണത്തിനും സ്വത്തിനും വേണ്ടി ആരെയും കൊലപ്പെടുത്താൻ മടിക്കാത്ത ഒരു തലമുറയ്ക്കൊപ്പമാണ് നമ്മൾ ജീവിക്കുന്നത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതുണ്ട്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.